മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ദൈവം നമ്മെ വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. ദൈവം വിളിച്ചുകൂട്ടിയാൽ കർത്താവിന് പ്രത്യേകമായിരിക്കുന്ന പദ്ധതിയുണ്ട്, നിയോഗങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നതാ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വചനം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ലിസൺ, റെസ്പോണ്ട്, ഫോളോ. കർത്താവിനെ ശ്രദ്ധിക്കുക. അവിടുന്ന് നമ്മെ സദാസമയം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സദാസമയം വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്, നിശ്ചയപ്രകാരമാണ്. മനുഷ്യർക്കൊക്കെ നമ്മെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാകാം. എന്നാൽ ദൈവത്തിന് മാത്രമേ നമ്മെക്കുറിച്ച് പദ്ധതിയുള്ളൂ. ആ പദ്ധതിയുള്ള ദൈവമാണ് നമ്മെ വിളിക്കുന്നത്. പ്രത്യേകമായ വിധത്തിൽ കുടുംബ പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങൾ, വചനം വായിക്കുന്ന കുടുംബങ്ങൾ, വചനം അനുസരിക്കുന്ന കുടുംബങ്ങൾ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. റോമ 5:5. വരുവിൻ നമുക്ക് യമിടപെടാം. ഏശയ്യ 1:18. കർത്താവിൽ ആനന്ദിക്കുവിൻ. സങ്കീർത്തനം 33:1. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മത്തായി 19:26. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. മത്തായി 5:5. കുഞ്ഞുങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ വചനം കേട്ടില്ലേ? മനുഷ്യ ഹൃദയത്തെ കോരിത്തരിപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ തിരുഹിതങ്ങളാണ് വചനത്തിലൂടെ നമ്മൾ കേട്ടത്. നമ്മെ വിശുദ്ധീകരിക്കാൻ, നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മെ സുഖപ്പെടുത്താൻ, നമ്മെ ആശ്വസിപ്പിക്കാൻ പറ്റിയ വചനങ്ങളല്ലേ കുഞ്ഞുങ്ങൾ നമ്മോട് സംസാരിച്ചത്? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെയാകുക, അവരെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം. സ്വർഗത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്നവരാണ് കുഞ്ഞുമക്കൾ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ പ്രാർത്ഥന കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.